ബഡീസ് ഷിജാസാണ്. അപ്പോൾ ടോപ്പിക് ഹൈദരാബാദാണ്. ഞാനിവിടെ 5 ഇയേഴ്സായിട്ട് ഹൈദരാബാദ് ഉണ്ട്. അപ്പോൾ വേണ്ട ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഹൈദരാബാദ് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഹൈദരാബാദ് റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചോദിച്ച മെയിൻ ക്വസ്റ്റ്യൻ എൻ്റെ പേഴ്സണൽ അറിയാവുന്ന ഫ്രണ്ട്സാണ്. അവർ ചോദിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോലെയാണോ ഹൈദരാബാദ് എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറയുന്നത് എവറി സിറ്റി ഹാവ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹൈദരാബാദ് ഇറ്റ്സ് എ ഗുഡ് സിറ്റി. ഐ ബീൻ ഹിയർ ഫോർ 5 years. It's a good city and food is amazing. People are very calm and very sweet. Even auto guys, Rapido, I mean bike taxis and all. അവരെല്ലാം ഒരു വളരെ ഫ്രണ്ട്ലി ആണ്. You can travel 24/7, no problem. പിന്നെ ബാംഗ്ലൂരിൻ്റെ ആ ഒരു നൈറ്റ് ലൈഫ് ഉണ്ട്. ഫുഡൊക്കെ നമുക്ക് 12-12:30 1 വരെ അവൈലബിൾ ആണ്. പിന്നെ ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 4. അപ്പോൾ പിന്നെ ക്ലബിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. എന്നാലും ബാംഗ്ലൂരിൻ്റെ അത്രയില്ല. ഒരു 12:30 ആകുമ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ അത്ര എക്സ്പെൻസീവ് ആണ് എനിക്ക് തോന്നിയിട്ടില്ല. ദെൻ ഒറ്റയ്ക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് എക്സ്പെൻസീവ് until unless if you are ready to stay in hostels and PGs. അവിടെയൊക്കെ ബേസിക്കലി ഒരു 10-12K നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതായത് ഒരു 3 to 4 ഷെയറിങ്ങിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കമ്പയർഡ് ടു ബാംഗ്ലൂർ നാട്ടിൽ നിന്ന് കുറച്ച് ലോങ് ആണ്. പിന്നെ ട്രെയിനിലേക്ക് വരുന്ന കുറച്ച് ചടങ്ങാണ്. ബസ്സിനാണെങ്കിൽ 20 hours ഫ്ലൈറ്റേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് കിട്ടുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് 45-50K ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കാം. പിന്നെ ചേഞ്ച് ചെയ്ത് സാലറി ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. അപ്പോൾ ഹൈദരാബാദ് വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അവരും അറിഞ്ഞിരിക്കട്ടെ. ഓക്കെ, ബൈ.